1956-ൽ അമേരിക്കൻ ഇസ്രായേൽ ഫോട്ടോഗ്രാഫർ മോഷെ ലെവിൻ എടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നാഷണൽ ലൈബ്രറി ഓഫ് ഇസ്രായേലിന്റെ വിഷ്വൽ ഹിസ്റ്ററി ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗാസ മുനമ്പിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഫോട്ടോകളിൽ യഹൂദർക്ക് ഇടം നൽകിയ കാലത്തെ അറബികളുടെ സാമൂഹികവും ആത്മീയവും സാംസ്കാരികവും വാണിജ്യപരവുമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്ന നിരവധിയായ ചിത്രങ്ങളുണ്ട്. യുദ്ധവും മനുഷ്യരുടെ കഷ്ടപ്പാടുകളും രേഖപ്പെടുത്തുന്നതിന് പകരം അവർ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ആധുനിക ഇസ്രയേലിനെ വെള്ളപൂശുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. തിരക്കേറിയ തെരുവുകൾ, കച്ചവടക്കാർ, അവരുടെ സാധനങ്ങൾ വിൽക്കുന്നവർ, പുഞ്ചിരിക്കുന്ന കുട്ടികൾ, പലസ്തീനിലെ വീടുകൾ, അങ്ങനെ പോകുന്നു ചിത്രങ്ങൾ. 1921-ൽ അമേരിക്കയിൽ ജനിച്ച ലെവിൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് US ആർമിയിൽ സേവനമനുഷ്ഠിക്കുകയും 1947-ൽ ഇസ്രയേലിലേക്ക് കുടിയേറുകയും ചെയ്തു. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു. 1948-ൽ അദ്ദേഹം ജെറുസലേം ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ 1956-ൽ സിനായ് ക്യാമ്പയിനിടെ ഇസ്രയേലി ഈജിപ്തിൽ നിന്ന് ഗാസ പിടിച്ചെടുക്കുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ ഗാസയിലെ പുതിയ ജീവിതത്തിൻ്റെ ദൃശ്യങ്ങളും തെളിവുകൾ കൂടി നൽകുന്നതിന് കൂടി ഉപകരിച്ചു. അങ്ങനെ അദ്ദേഹം ഫലസ്തീനിലേക്ക് വരുന്നുണ്ട്. ജൂത കുടിയേറ്റ ശേഷം വളരെ പെട്ടെന്ന് ഫലസ്തീൻ തെരുവുകൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മാറുന്നതിൻ്റെയും തെളിവുകളായിരുന്നു അവ. സമ്പന്നമായ അറബ് മുസ്ലിം സംസ്കാരം ചവിട്ടി മെതിക്കപ്പെടുന്നതിൻ്റെ കൂടി രേഖകളായി ആ ചിത്രങ്ങൾ മാറി. അറബികളെ തുരത്തിയ ആ കാലഘട്ടത്തെ ദ ഹാരിസിന്റെ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സൈനിക ബലത്തിൽ ജൂതർ ഫലസ്തീൻ നഗരങ്ങളിൽ എത്തുന്നു. യുദ്ധ കവചിത വാഹനങ്ങൾ അങ്ങിങ്ങായി ഫലസ്തീനിൽ കണ്ടുവരുന്നു. ഗാസയിലേക്കുള്ള വഴി തുറന്നിട്ടിരിക്കുന്നു. ടാങ്കുകൾ നഗരത്തിൽ പ്രവേശിച്ചു. അറബ് നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ദുർഗന്ധം അവരെ സ്വാഗതം ചെയ്തു. അഥവാ ആളുകളെ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. താഴ്ന്ന നിലയിലേക്കുള്ള മൺവീടുകളുടെ നിരകൾ ശൂന്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറബി തൻ്റെ നീണ്ട മേലങ്കിയുടെ അരികുകൾ വലിച്ചുകൊണ്ട് തിടുക്കത്തിൽ കടന്നു പോകുന്നു. അവൻ ഭയന്ന് നിൽക്കുന്നു. ആ മാസാവസാനം ഇസ്രയേൽ സൈനികാധിനിവേശത്തിന് കീഴിൽ ഫലസ്തീൻ കീഴ്പ്പെട്ട ശേഷം ഗാസ മുനിസിപ്പാലിറ്റി സ്ഥാപിക്കുന്നു. വ്യാപാരിക്ക് തൻ്റെ ചരക്കിൽ അവകാശം ഉന്നയിക്കുന്നതിന്, കർഷകന് തൻ്റെ കൃഷിയിൽ അവകാശം ഉന്നയിക്കുന്നതിന്, തൊഴിലാളിക്ക് അവൻ്റെ തൊഴിലിൽ അവകാശം ഉന്നയിക്കുന്നതിലേക്കും മടങ്ങാൻ ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന അവസ്ഥയിലേക്ക് ഫലസ്തീനികൾ എത്തി. അഥവാ ഇസ്രയേലിൽ ഇവയെല്ലാം കൈയടക്കി അവരുടെ ജോലിക്കാർ മാത്രമായി പിന്നീട് ഫലസ്തീനികൾ മാറി. ചന്തകളിൽ സജീവമായ വ്യാപാരം നടക്കുന്നു. പുതിയ താമസക്കാരുടെ മുഖങ്ങൾ കൂടുതൽ സന്തോഷത്തോടെ കാണപ്പെടുന്നു. എന്നുവെച്ചാൽ ചന്തകളിൽ ഇസ്രയേലികൾ ആധിപത്യം സ്ഥാപിക്കുകയും അവർ ആനന്ദബദ്ധരാവുകയും ചെയ്തു. വിദേശികൾ അറബികളിൽ ഒരേ സമയം ഭയവും കൗതുകവും വിതച്ചു. 4 മാസം അറബികൾക്കെതിരെ വിദേശികളായ ജൂതർ യുദ്ധം ചെയ്തു. തുടർന്ന് അന്താരാഷ്ട്ര ഇടപെടലിലൂടെ യുദ്ധം അവസാനിച്ചു. തുടരെ കയ്യേറ്റങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. ഒടുവിൽ അഭയം നൽകിയവർ ഇരകളും അഭയാർത്ഥികളായി വന്നവർ വേട്ടക്കാരുമായ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലായി മാറുന്നതാണ് ചിത്രങ്ങൾ. ഇതിൽ ഫലസ്തീൻ്റെ പുതിയ മുഖവും പഴയ മുഖങ്ങളും കാണാം.